ലാവണ്യ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. റൂമിന് പുറത്ത് വാതിലിന് പിന്നിൽ ഒളിഞ്ഞു നിന്ന് ഇവര് പറയുന്നതൊക്കെ കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. അതിനൊക്കെയുള്ള ബുദ്ധിയും എനിക്കില്ല. ശ്രീകർ ചേട്ടാ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്ക് വേണ്ട. നീ എന്താടാ ഭാര്യയും ഭർത്താവും പെരുമാറുന്നത് പോലെ പെരുമാറുന്നത്? ശരിക്കും ഭാര്യയായിരുന്നെങ്കി ഇവൾ ഇനിയും തിളയ്ക്കുമായിരുന്നല്ലോ. ഒരു പക്ഷേ ആവൻ ഇവിടുത്തെ മരുമകളായി ഇങ്ങോട്ടേക്ക് വന്നിരുന്നെങ്കിലോ? അപ്പൊ ഇവർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കുമായിരുന്നോ? സാധാരണ പോലെ പരിഗണിക്കൂ. കാര്യം എന്താന്ന് വെച്ചാ ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമകളാ. അതിന് നിങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ? എടാ, മര്യാദയ്ക്ക് സംസാരിക്കേ. അല്ലെങ്കിൽ ഇവളെ പോലെ ഒരുത്തിക്ക് ഈ വീട്ടിലെ മരുമകളാകാൻ എന്താ അർഹതയുള്ളത്? നാളെ എന്ത് സംഭവിക്കുമെന്നും ആര് ഈ വീട്ടിലെ മരുമകളായിട്ട് വരുമെന്നും ആർക്കറിയാം? ഇനി എന്താണെങ്കിലും അത് കാലം തീരുമാനിക്കും. ആവനി അഥവാ ഈ വീട്ടിലെ മരുമകളാകേണ്ട അവസ്ഥയുണ്ടായാ ആ കാലത്തെ വരെ ഞാൻ തടഞ്ഞു നിർത്തും. ഇങ്ങനെ ശബ്ദം ചെയ്ത ആൾക്കാരെയൊക്കെ കാലം തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട് ഏടത്തി. നിങ്ങളുടെ അനിയൻ ഇങ്ങനൊക്കെ സംസാരിക്കുമ്പോ നിങ്ങളൊന്നും പറയാത്ത എന്താ? ഡാ, ഷോഫ് കറുത്ത് നീ പോവാൻ നോക്ക്. അല്ലെങ്കിൽ ഇപ്രാവശ്യം നമ്മുടെ വഴക്ക് കോളറി പിടിച്ചാവൊന്നും നിക്കില്ല. നോക്കിയേക്കാതെ പോടാ. അവനെ ആയതുകൊണ്ട് എല്ലാം സഹിക്കുന്നത്. വാ അവനി. നിങ്ങളുടെ അനിയൻ ഓവർ ആവുന്നുണ്ട്. അതെ, വീട്ടിലുള്ളവരെക്കാൾ പുറത്തുള്ളവർക്ക് എന്തിനാ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവളെ കണ്ടവൻ മയങ്ങിയിട്ടുണ്ടെന്നാ തോന്നുന്നേ. അവനിക്കുള്ള പണി നാളെ കൊടുക്കാം. ഗ്രാമോത്സവത്തിന് പ്രസാദത്തിൽ ചെയ്ത് നിന്റെ ചതിയെക്കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് നിന്നോട് അടങ്ങാത്ത ദേഷ്യം തോന്നും. നമ്മുടെ കുടുംബത്തിനൊരു അഭിമാനമുണ്ട്. അത് അംഗീകരിച്ച് പരിപാലിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അതിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചേക്കരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് എന്നെ നാണം കെടുത്തരുത്. ഒരാളുണ്ടെന്ന് കരുതി നമ്മൾ നാണം കെടില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാ നമ്മുടെ ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്യുന്നെന്ന് ഓർക്കണം. അതെന്തു ആയിക്കോട്ടെ, അതിഥികളുടെ മുൻപിൽ വെച്ച് എന്റെ ഭാര്യയെ ഇങ്ങനെ പറയുന്നത് ശരിയല്ല അമ്മേ. അളിയൻ പറയുന്നതിലും കാര്യമുണ്ട്. നാളെ ഈ ആവണി പുറത്തുപോയി ഞാൻ കാരണം വേദവതി മൂത്ത മരുമകളുടെ കർണക്കുട്ടി അടിച്ചു പൊട്ടിച്ചു എന്ന് നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞാലോ? നിങ്ങളെല്ലാവരും എന്തിനാ എന്നെ ഒരു ശത്രുവിനെ പോലെ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എപ്പോഴും എല്ലാ നിമിഷവും നിങ്ങളുടെയൊക്കെ നല്ലത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഇതുപോലത്തെ പഞ്ചാര വാക്കില്ല ഞങ്ങളുടെ അമ്മ മയങ്ങിപ്പോന്നെ. അയ്യോ, ആർക്കും അറിയില്ല ഇങ്ങനൊരു വിദ്യ. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? ആവനി ഒരു എതിരാളിയായി കാണരുത്. നല്ല മനസ്സോടുകൂടി ചേർത്ത് പിടിക്കണം. താങ്ങുണ്ടെങ്കിൽ കുന്നും കയറാന്ന് പറയുന്ന പോലെ അമ്മയുടെ താങ്ങുണ്ടായിട്ടാ അനിയനും ആവനെയും കിടന്ന് തിളക്കുന്നേ. അമ്മയും അച്ഛനും ഇനി എന്തൊക്കെ വേദാന്തം ഓതിയാലും ഒരു കാര്യമില്ല. നീ എങ്ങോട്ട് ഇറങ്ങിയ മോനെ? അന്ന് ആവനിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലായപ്പോ അവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നേർച്ച നടന്നിരുന്നു. അമ്മ സമ്മതിച്ച അവനെയും കൂട്ടിയിട്ട് അമ്പലത്തിൽ പോട്ടെ. ഓഹോ, എല്ലാം അമ്മയുടെ സമ്മതത്തോടെ ചെയ്യുന്ന പോലെ കുഞ്ഞളിയനും സോപ്പിടാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അളിയാ, ഫണ്ണാണളിയ, ഫണ്ണ്. ഇവര് പറയുന്നൊന്നും കേൾക്കണ്ട, നിങ്ങൾ പോയിട്ട് വാ മക്കളെ. ശരി അമ്മേ, നടക്കാവനി.
ഇവര് രണ്ടുപേരും ഒന്നാവണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ നിന്നെ അടിച്ചത് മോശമായി പോയെന്ന് അവനി എന്നോട് പറഞ്ഞത് അറിയൂ. നീ പക്ഷേ അവനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നതിനുള്ള കഠിന പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ രണ്ടുപേരുടെയും ചിന്തകളിൽ പോലും എത്ര വ്യത്യാസമുണ്ടെന്ന് നോക്ക്. കീ എടുക്കാൻ മറന്നു. ഞാൻ എടുത്തിട്ട് വരാവേ. എവിടെയുള്ളെന്ന് പറയട്ടാ, ഞാൻ പോയത് എടുത്തിട്ട് വരാം. ഹാളിൽ തന്നെ റൈറ്റ് സൈഡിലുണ്ടാവും. ചെല്ലേ. എന്ന് ശരിയേട്ടാ, ഞാൻ കൊണ്ടുവരാം. 1000 തെങ്ങുള്ള നായർക്ക് പല്ലിക്കുത്താൻ ഈർക്കിലില്ല എന്ന് പറഞ്ഞ അവസ്ഥയാ നമുക്ക്. പുറത്തുള്ളവർക്കുള്ള സ്ഥാനം പോലും നമുക്കില്ല. നമ്മുടെ കർമ്മം. ഞങ്ങള് കാരണം നാണം കെടേണ്ട അവസ്ഥ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ടല്ലോ. കല്യാണം കഴിയാത്ത രണ്ടുപേര് അങ്ങനെ ഉടുത്തൊരുങ്ങി ഒരുമിച്ച് പോകുമ്പോ നിങ്ങളുടെ മാനം പോവില്ലേ? സിസ്റ്ററെ ഒരു നല്ല പോയിന്റാ ചോദിച്ചത്. ഇപ്പൊ പറയാമേ ലാവണി ചോദിച്ചതിന് ഉത്തരം. ഞങ്ങളൊരു കാര്യം ആലോചിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരാം. രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ഉത്തരം പോലും ഉണ്ട് അപ്പൂപ്പ ഇത്. എന്താ ആലോചിക്കുന്നേ? ഇനി അഥവാ ആ അവനിയെ നിങ്ങളുടെ മരുമകളാക്കാനുള്ള ഉദ്ദേശമുണ്ടോ? എന്തിനാ സസ്പെൻസ് ആക്കാൻ നോക്കുന്നേ? അങ്ങനെ എന്തേലും ആലോചന ഉണ്ടേല് ഇപ്പൊ തന്നെ പറഞ്ഞേക്ക്. നീ ഇങ്ങനെ പ്രാന്ത് പിടിച്ച് ചോദിക്കണ്ട ലാവണ്യ. അവന് അത്രയ്ക്കൊന്നുമില്ല. അവനിക്ക് അർഹതയില്ല. ആ ഭാഗ്യം എന്റെ മകൾക്കല്ലാതെ മറ്റാർക്കും ഇല്ല. ഒന്ന് നിർത്തിയേ. നിങ്ങളിത് പറയാമേ. Say yes or no, അമ്മേ? എല്ലാം ഒത്തു വന്നാല് അവനി എന്റെ മരുമകളായാലെന്താ? സൗന്ദര്യം, വിനയം, ഗുണം എല്ലാം ഒത്തിണങ്ങിയവള്. അപ്പത് സംഭവിക്കുന്നതിൽ എന്താ തെറ്റ്? അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഒരുപക്ഷെ അവൾ എന്റെ മരുമകളായാലോ? ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയല്ലോ. ഇനി എല്ലാവരും പോയിക്കോ. എന്താ ഇത്ര ലേറ്റ് ആയേ? കീ അവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? താനെന്തിനാ ചിരിക്കുന്നേ? കീ ഇങ്ങോട്ട് താ.
സമ്മതിച്ചോ? എന്താ ഇത്ര സന്തോഷം? എല്ലാവരുടെയും മുന്നിൽ വെച്ച് അമ്മ എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞേ? അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഒരുപക്ഷെ അവളെന്റെ മരുമകളായാലോ. അമ്മയുടെ വായിൽ നിന്ന് തന്നെ ഇത് കേട്ടപ്പോ ശരിക്കും എന്റെ മനസ്സ് നിറഞ്ഞതുപോലെയായി. ഇന്നലെ റെസ്റ്റോറന്റിൽ വെച്ച് പറഞ്ഞപ്പോ താൻ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ ഞാൻ നേരിട്ട് കണ്ടില്ലേ, പൂർണ്ണമായിട്ട് വിശ്വാസമായി. നല്ല ദിവസങ്ങള് വരാൻ പോവാ അവനി. നമുക്ക് പോവാം. അവനിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ, അവളുടെ ജാതകം എന്താന്നൊന്നും അറിയാതെ അമ്മ എന്താ ഇങ്ങനെ പറയുന്നേ? മനുഷ്യനേക്കാൾ മുമ്പേ ജാതകം അന്വേഷിക്കുന്നതാ. പിന്നെ എന്താ അപ്പൊ അവരിങ്ങനെ ആലോചിക്കുന്നത്? ആ പവിത്രയുടെ കുടുംബത്തിൽ പോയി അടിയുണ്ടാക്കി. ഇനി ഒരടിയും കൂടെ ഉണ്ടാവുന്നാ തോന്നുന്നേ. മോളെ, പൂജ പൂർത്തിയായി. ആരതി ഒഴിഞ്ഞോളൂ. വരൂ അവനി. നമസ്കാരം തിരുമേനി. നമസ്കാരം. എന്റെ ഭാര്യ, പേര് ആവനി. സംസ്കാരം സാരി ഉടുത്ത പോലെ തങ്കം പോലെ തോന്നുന്നുണ്ട്. ഭാഗ്യം ചെയ്തവനാ മോനെ നീ. മോളെ, പൂജ പൂർത്തിയായി. നിങ്ങൾ അകത്ത് പോയിട്ട് എന്തെങ്കിലും അർച്ചന ചെയ്യാനുണ്ടെങ്കിൽ അത് പോയി ചെയ്തിട്ട് വരും. ശരി പൂജാരി. ഏയ് എല്ലാരും വാ. പവിത്ര, വേഗം തീർത്താ നമുക്ക് മറൈൻ ഡ്രൈവിൽ ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം. ശരി, വന്നേ. ശരി, മോളുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? മോളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ അറിഞ്ഞൊന്നായിരിക്കുമല്ലേ? മോള് ഹോസ്പിറ്റലില് ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോ നിന്റെ ഭർത്താവ് ദൈവത്തിനോട് വന്ന് വലിയ വഴക്കുണ്ടാക്കി കൂട്ടി. എന്റെ ഭാര്യയ്ക്ക് ജീവൻ കൊടുക്ക്. ഞങ്ങളെ വേർപിരിക്കാനുള്ള അധികാരം നിനക്ക് ഒരിക്കലും ഇല്ല. ഭാര്യയുടെ പ്രാണന് വേണ്ടി ആ ദൈവത്തിനെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന ഭർത്താവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിന്റെ ഭർത്താവിന്റെ കണ്ഠത്തിൽ നിന്ന് ഉയർന്ന ശബ്ദം ആ ഭഗവാന്റെ ഹൃദയവാതിലുകൾ തുറന്ന പോലെ തോന്നുന്നില്ലേ? ആ സമയത്ത് വീണ്ടും നീ പുനർജന്മം നേടിയെടുത്തു. ഭർത്താവിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി യമധർമ്മരാജനുമായി പോരാടിയ പതിവ്രതയെ പോലെ നിന്റെ ഭർത്താവും അതുപോലെ ഇവിടെ പോരാടിയതാ മോളെ. ആപത്തിലുള്ള ഭാര്യയ്ക്ക് വേണ്ടി ഒരു ഭർത്താവ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് നിന്റെ ഭാഗ്യമാണ് മോളെ. അതെ തിരുമേനി, ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്തവളാ. അങ്ങനെ ഒരു വരമാ എന്റെ ഭർത്താവ് എനിക്ക് പ്രസാദിച്ചു തന്നത്. അതെ തിരുമേനി, എന്റെ ഭാര്യയ്ക്ക് ഇനി ഒരിക്കലും ഒരു തരത്തിലുള്ള ആപത്തും വരാതിരിക്കാനുള്ള പൂജ ചെയ്യണം.
ആകട്ടെ മോനെ. ആവണി നാമധേയസ്യ ഗോത്രം പറ മോളെ. എന്റെ ഗോത്രം മരീചി. രാശിയും നക്ഷത്രവും പാദവും പറഞ്ഞു മോളെ. ചോതി നക്ഷത്രം, തുലാം രാശി, 3-ാം പാദം. ഇങ്ങ് തന്നേക്ക്. എന്താ പറ്റിയേ? എന്തു പറ്റിയടി? ശ്രീകർ ഇന്നലെ റെസ്റ്റോറന്റിൽ ആ പെൺകുട്ടിയുടെ കൂടെ അല്ലേ കണ്ടേ? അതെ. അപ്പൊ നീ സംശയിക്കുന്നത് പോലെ തന്നെ അവരുടെ ഇടയിൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് തോന്നില്ല, മറ്റെന്തോ ഉണ്ട്. പോയൊരു സൂത്രം ഒപ്പിച്ച് നോക്കാം, വാ. 1 മിനിറ്റ്. നമ്മുടെ അടുത്ത് തെളിവുകളുണ്ടെങ്കിൽ അതെന്തായാലും ഉപകാരപ്പെടും. ആപദാമഭർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ദേവി നാരായണി നമോസ്തുതേ. താലിയില് കുങ്കുമം തൊട്ടോളൂ മോളെ. നിങ്ങൾ ഇരു ദമ്പതികളും ദീർഘകാലം ആയുരാരോഗ്യത്തോടെ സന്തോഷത്തോടെ ഉണ്ടാവണം. എന്നാ ഞങ്ങൾ പോയിട്ട് വരാൻ തിരുമേനി. ആവട്ടെ മോനെ, ശുഭം. വരാൻ തിരുമേനി. ശക്തമായ തെളിവ് കിട്ടിയില്ലേ? വരൂ പോവാ. ഇന്നലെ ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടി, ഇന്ന് ഇവിടെ വെച്ച് കണ്ടുമുട്ടി. നമ്മുടെ ഇടയിലുള്ള റിലേഷൻ ബ്രേക്കപ്പ് ആവുന്നില്ല, കണ്ടില്ലേ? നോക്കിയേ, ഫ്രണ്ടിന്റെ കൂടെ കുറെ കറങ്ങുന്നുണ്ട് ശ്രീകർ ചേട്ടൻ. നോക്ക് പവിത്ര, നിന്നെ കാണുന്നത് പോലെ എനിക്കിപ്പോ ഇഷ്ടമുള്ള കാര്യമല്ലെന്ന് അറിയില്ലേ. ഇനി ഒരിക്കലും എന്റെ പിന്നാലെ വരാതിരിക്കുന്നതാണ് ബെറ്റർ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സർ? എന്തൊക്കെ പറഞ്ഞാലും ആദ്യത്തെ പെണ്ണ് കാണൽ നിങ്ങളുടെ കൂടെ അല്ലായിരുന്നോ? ആ
സ്വീറ്റ് മെമ്മറീസ്. നിങ്ങൾ എന്റെ മുന്നിൽ വരുമ്പോ ഇല്ലാതിരിക്കോ? ഒന്ന് ആലോചിച്ച് നോക്കി. ആവനി, ഇവളുടെ ഒന്നും വാക്കുകൾ കേട്ട് വെറുതെ നമ്മുടെ സമയമൊന്നും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. താ നടക്ക്. അവനി, നൈസ് നെയിം. നിന്റെ അടുത്തുള്ള വീഡിയോ വെച്ച് നീ അവർക്ക് സിനിമ കാണിച്ചു കൊടുക്കുമെന്ന് കരുതിയിട്ട് നീ എന്താ അവരെ അങ്ങനെ അങ്ങ് വിട്ടുകളഞ്ഞേ? വലിയ ആയുധല്ലേ കിട്ടിയത്. ഇതിനെ 100 ആളുകളുടെ മുന്നിൽ വെച്ചാ ഉപയോഗിക്കേണ്ടത്. അപ്പോഴേ ഈ തീ ആളി കത്തിക്കാൻ പറ്റുള്ളൂ. നാളെ നടക്കാൻ പോകുന്ന ഉത്സവത്തിൽ പ്ലാൻ ചെയ്ത് വേണം ഉപയോഗിക്കാൻ. ഏട്ടാ, താൻ ഇവരെങ്ങനെ കണ്ടാണോ ഏട്ടാ? കണ്ടിരുന്നേല് ഉറപ്പായിട്ടും ചോദിക്കുമായിരുന്നില്ലേ? അങ്ങനെ ഒന്നുമില്ല അവനി. താൻ നടക്കുവോ? വേദവതി, നിന്റെ അഭിമാനം ഇങ്ങനെ റോട്ടിലൂടെ കറങ്ങുമ്പോ നീ ഇങ്ങനെ ജാതകം പച്ചക്കറി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടങ്ങിയിരിക്കാൻ പാടുണ്ടോ? നിന്റെ മകൻ ജാതകം ചേരാത്ത പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടു നടക്കുന്നു. നാളെ ഉത്സവത്തില് പൊളിച്ചടുക്കുന്നുണ്ട് ഞാൻ.